ഹായ് നമസ്കാരം. ഞാൻ അങ്കിത വിനോദ്. ഞാൻ കാട്ടാളൻ എന്ന സിനിമയിൽ നല്ലൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. ആസ് എൻ ആക്ടർ കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ എനിക്ക് ജീവിതത്തിൽ തന്നെ കിട്ടാവുന്നതിലും ബെസ്റ്റ് എക്സ്പീരിയൻസസ് ആണ് കിട്ടിയത്. കാരണം ഷൂട്ടിംഗ് ആ ടൈം, അതായത് എന്താ പറയുക, പ്രത്യേകിച്ച് ആനയുടെ കൂടെയുള്ള സീക്വൻസസ് ആണ് എനിക്കുണ്ടായിരുന്നത് കൂടുതലും. അപ്പോൾ തായ്ലൻഡിൽ ഒറിജിനൽ ആനയുടെ കൂടെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഷോട്ട്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തിയേറ്ററിൽ കണ്ടപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് കാട്ടാളൻ ഇഷ്ടപ്പെടും. നിങ്ങൾ സിനിമ കാണാം. എല്ലാവരും സീൻസും ആക്ഷൻ സീക്വൻസും എല്ലാം അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടു. അതെ, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പോയി കാണാം. സിനിമ നല്ലതായിരുന്നു. നല്ലൊരു ആക്ഷൻ മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പെപ്പയുടെ സൂപ്പർ അഭിനയമായിരുന്നു. നല്ല ആക്ഷനായിരുന്നു. സന്തോഷ് മാസ്റ്ററിൻ്റെ ആക്ഷൻ സൂപ്പറാണ്. വളരെ നന്നായിട്ടുണ്ട്. എല്ലാ ആക്ഷൻസും ഓരോ ഈച്ച് ആൻഡ് എവറി സീൻസ് ആ ആക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് ആക്ച്വലി. അപ്പോൾ പിന്നെ സെൻറ്റിമെൻറ്റ്സ് സീൻസിൽ വരുമ്പോൾ ഞങ്ങളൊക്കെയാണ്. അപ്പം അത് ഉറപ്പായിട്ടും ആ ഒരു സീൻസ് ഓക്കെ, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും ബട്ട് എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആക്ഷൻ നല്ലതായിട്ടുണ്ട്. കണ്ടായിരുന്നോ സിനിമ? നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ല സിനിമയാണ്. ആക്ഷൻ എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. ത്രില്ലായിട്ട് ഇരുന്ന് കാണാൻ പറ്റും മൂവിയാണ്. പെപ്പി അടിപൊളിയായിരുന്നു. ആനയുടെ ഫൈറ്റ് അടിപൊളിയായിരുന്നു. VFX ഒന്നുമില്ല, അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ പോൾ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? താങ്ക് യു. തിയേറ്ററിൽ പിന്നെ വേറെ ആരും നോക്കണ്ടെന്നുള്ള ഇതാണ്. ഉറപ്പായിട്ടും അത്ര സ്ട്രോങ് ഇടിയാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല, കാരണം ത്രൂ ഔട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ആന ഉണ്ടായിരുന്നു, ഇമോഷൻസ് ഉണ്ടായിരുന്നു, ഫൈറ്റ്. മേക്കിംഗ് വീഡിയോയിൽ ആനയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴേ ആനയുടെ മേക്കിംഗ് വീഡിയോ കണ്ടപ്പോൾ നമ്മള് ആനയൊക്കെ വെച്ച് എന്ത് ചെയ്യും, എങ്ങനെയൊക്കെ ഒറിജിനൽ ആയിട്ട് ചെയ്തതാണല്ലോ. ആ ഒരു സ്റ്റണ്ട് റിയൽ ആയിട്ട് ചെയ്തതായിരുന്നു. ആ ഒരു റിയൽ ആയിട്ട് ചെയ്ത ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഓഡിയൻസ് തിയേറ്ററിൽ എത്രത്തോളം ഒരു ഗൂസ്ബംസ് വരും. എനിക്ക് നല്ല ഗൂസ്ബംസ് ആണ്. അത് ആക്ച്വലി ആ സമയത്തൊക്കെ നല്ല കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് മനസ്സിലായി. കാരണം അവരത്ര സ്വീകരിച്ചുകൊണ്ടായിരിക്കുമല്ലോ അവരത്ര ക്ലാപ്പ് ചെയ്തതും ലൈക് ചിരിച്ചതും എന്താണേലും ചെയ്തത്. ഒന്നും പറയാനില്ല. എഡിറ്റർ ആണെങ്കിലും DOP ആണെങ്കിലും ഇവൻ ഷെരീഫിക്ക മാസ് പടം. ഷെരീഫിക്ക പിന്നെ മാസ് പടങ്ങളുടെ ആളാണ് എടുക്കുന്നത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാർക്കോണെ കാട്ടാറുണ്ടാണോ? എനിക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എല്ലാ മൂവീസിനും അതിൻ്റെതായ എഫേർട്ട് ഉണ്ട്. വി കാൻ കമ്പയർ എനി മൂവീസ്. എഫേർട്ടിന് എന്തായാലും അടിപൊളിയായിട്ടുണ്ടാവും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.